ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. കാളൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേന്ത്രക്കായും ചേനയും കൂടെ വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. നമുക്കിനി ഏതെങ്കിലും ഒരു വെറൈറ്റി ആണെങ്കിൽ അത് മാത്രം വെച്ചിട്ടും കാളൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നേന്ത്രക്കായും ചേനയും രണ്ടും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി കായും ചേനയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കാളന് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ വരും. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഈ ഗീയിൽ കിടന്നിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് ഈ ഗീയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ വെജിറ്റബിൾസിൽ ആ ഗീയുടെ ഫ്ലേവറെല്ലാം നന്നായി നമുക്ക് കിട്ടും. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. നമുക്കിത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് വന്നോളും. ഇത് വേഗം വേവുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പാനിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ പാനിലായതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം വെച്ച് വരുമ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. കാളൻ ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ആദ്യം മിക്സിയുടെ ജാറിലോട്ട് അല്പം മാത്രം തൈര് ഒഴിച്ചു കൊടുത്ത് തേങ്ങയൊന്ന് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ബാലൻസ് തൈരും കൂടെ ഒഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതാദ്യം ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ തൈരും തേങ്ങയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് തൈരും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാലൻസുള്ള തൈരും കൂടെ ചേർത്ത് തേങ്ങയെല്ലാം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. തൈരിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടെ മിക്സായിട്ട് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം. ഇതാദ്യം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോയിൽ ആവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ തൈരിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഇത് വറ്റി കുറുകി വരും. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന കാളിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് സിമ്മിൽ വെച്ച് മൂടി വെച്ച ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുപോലെ കുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗീയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. ഗീയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലോട്ട് അല്പം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. കറുത്ത് പിടിച്ച ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാളനൊന്ന് വറുത്തിടണം. ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം എല്ലാം കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം 2 ഉണക്കമുളക് കട്ട് ചെയ്ത് വെച്ചതും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാളൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കാളൻ റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്